നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തൃണമൂലിൻ്റെ ഗുണ്ടായുസവും പ്രവർത്തന ശൈലിയുമൊന്നും കോൺഗ്രസിന് ഒരിക്കലും വിശ്വസിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരിക്കലും അംഗീകരിക്കാനോ കഴിയില്ല. ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിന് വെച്ച് നീട്ടിയത് 2 ലോക്സഭാ സീറ്റുകളാണ്. അത് ശക്തമായി പറഞ്ഞു, നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തനിച്ച് മത്സരിച്ചോളാം. അധിർ രഞ്ജൻ ചൗധരിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുത്തെ PCCയുടെ കൃത്യമായ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തന്നെ, അതായത് പശ്ചിമ ബംഗാളിൻ്റെ PCCയുടെ വ്യക്തമായ കമ്മിറ്റി പാസ്സാക്കിയിരിക്കുന്ന വ്യക്തമായ ഒരു രീതി അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം ചേരേണ്ടതിൻ്റെ ഒരു ആവശ്യവുമില്ല. നേരത്തെ വലിയ രീതിയിൽ കുളം കലക്കുന്ന രീതിയിലേക്ക് മമതാ ബാനർജി കെജ്രിവാളിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ പിന്തുണയോടുകൂടി മല്ലികാർജുൻ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കളയാമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു. ശരിക്കും കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് റിസർച്ച് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. കൃത്യമായി അടിമുതൽ മുടി വരെ കോൺഗ്രസ് വിരുദ്ധത മമതാ ബാനർജി പലപ്പോഴായി കാണിച്ചിട്ടുണ്ട്. 2011 കോൺഗ്രസിൻ്റെ സഹായം കൂടി കിട്ടി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ കോൺഗ്രസിലെ കറിവേപ്പില പോലെ കഴുകിക്കളഞ്ഞ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ രീതിയൊന്നും ഇതുവരെയും കോൺഗ്രസ് പ്രവർത്തകർ മറന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ഗുണ്ടാ വിളയാട്ടം എന്ന രീതിയിലേക്കാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാളിനെ അവിടെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. പക്ഷേ അതിന് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പഴയ യൂത്ത് കോൺഗ്രസ് നേതാവായ മഹുവ മൊയ്ത്ര വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങി വരും എന്നുള്ളത് ശുഭസൂചനയായി തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. കാരണം മമതാ ബാനർജിയുടെ കീഴിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മഹുവയ്ക്ക് നേട്ടമല്ല, കോട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ബംഗാളിലെ 42 ലോക്സഭാ സീറ്റിൽ BJP 2-ൽ നിന്ന് 18 ആയത് ഈ മമതാ ബാനർജിയുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണെന്നുള്ളത് ഉറപ്പായും മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, BJPയെ സഹായിക്കുന്ന രീതിയിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഉള്ള രീതി, ആ അജണ്ട, അത് തന്നെയാണ് കൃത്യമായി മമതാ ബാനർജിയും ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷ പാർട്ടികളെ മാറ്റി നിർത്തുക എന്നുള്ള രീതി തന്നെയാണ് കോൺഗ്രസ് അവലംബിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിചാരത്തിന് അതീതമായി കോൺഗ്രസിനെ തല്ലിത്തകർക്കാം, തല്ലിക്കെടുത്താം എന്നുള്ള ചിന്തയാണെങ്കിൽ അത് മടക്കി വെച്ചോളൂ എന്നുള്ള താക്കീത് തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരി എന്ന ബഹ്റാംപൂർ MP കൂടിയായിട്ടുള്ള വ്യക്തി. നിരവധി തവണ മത്സരങ്ങൾ, കനൽ വഴികൾ പിന്നിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരിക്ക് കൃത്യമായി അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഏത് രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ളത്. എന്തായാലും ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മമതാ ബാനർജിയുടെ ഔദാര്യത്തിൽ പറ്റി 2 ലോക്സഭാ സീറ്റുകളിലേക്ക് മത്സരിക്കേണ്ട ഗതികേടൊന്നുമില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഇന്ത്യ മുന്നണി കൃത്യമായി 259 ലോക്സഭാ സീറ്റുകളിൽ തനിച്ച് മത്സരിക്കുമെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.